സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ജുജുത്സു കൈസെനിലെ 3 പവർഫുൾ ആയിട്ടുള്ള ഷിനിഗാമീസിനെ കുറിച്ചാണ്. നമുക്കറിയാം ജുജുത്സു കൈസെനിൽ ഒരുപാട് ഷിനിഗാമീസ് ഉണ്ട്. അതിൽ പവർഫുൾ ആയിട്ടുള്ള 3 ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്ക്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഉറപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ നമ്പർ 3 വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആഗിറ്റോ ആണ്. അഗിറ്റോനെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഗിറ്റോ ഇതുവരെ ജുജുത്സു കൈസൻ ആനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ മാങ്ക റീഡേഴ്സിന് മാത്രമേ അഗിറ്റോ ആരാണെന്ന് അറിയാൻ പറ്റൂ. അഗിറ്റോ മറ്റാരുമല്ല, നമ്മുടെ സുക്കൂണ നമ്മുടെ ഗോജോ ആയിട്ടുള്ള ഫൈറ്റിൽ സമൺ ചെയ്യുന്ന ഒരു ഷിനിഗാമിയാണ്. ഈ ഷിനിഗാമി ആയിക്കോട്ടെ നമ്മുടെ മെഗുമിൻ്റെ 10 ഷാഡോ ടെക്നിക്കിലുള്ള മറ്റുള്ള ഷിനിഗാമീസിനെയൊക്കെ മെർജ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷിനിഗാമിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് തരത്തിലുള്ള പവേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ പലരും പറയുന്നുണ്ട് ഇത് വളരെ വീക്കാണെന്ന്. ഇങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ അഗിറ്റോനെ നമ്മുടെ ഗോജോ വൺ ഷോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഗോജോ വൺ ഷോട്ട് ചെയ്തത് നമുക്കറിയാം നമ്മുടെ അഗിറ്റോ വീക്ക് ആയതുകൊണ്ടല്ല, നമ്മുടെ ഗോജോ അത്രമാത്രം പവർഫുൾ ആണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അഗിറ്റോ അത്ര പെട്ടെന്ന് നമ്മുടെ ഡിഫീറ്റ് ആയത്. വേറെ ഏതെങ്കിലും ഒരു സോസർ ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ അഗിറ്റോ വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് തന്നെ കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ക്യൂൻ ഓഫ് കേസസ് എന്നറിയപ്പെടുന്ന നമ്മുടെ റീക്കയാണ്. റീക്കയുടെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജുജുത്സു കൈസനിൽ സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ഷിനിഗാമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റീക്കനെ ആർക്കെങ്കിലും ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ സുക്കൂണയും അതുപോലെ തന്നെ ഗോജോയും. അത്രയധികം പവർഫുള്ളാണ് നമ്മുടെ റീക്ക. മറ്റേതെങ്കിലും സോസറേഴ്സുമായിട്ട് നമ്മുടെ റീക്ക ഫൈറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിക്കുള്ള ഫൈറ്റ് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ സെക്കൻഡ് പ്ലേസ് നമ്മുടെ റീക്ക തന്നെയാണ്. പിന്നെ ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ മൊഹറാഗ തന്നെയാണ്. നമുക്കറിയാം മൊഹറാഗ വളരെ പവർഫുൾ ആണ്. മൊഹറാഗനെ നമ്മുടെ ജുജുത്സു കൈസനിൽ വെറും 2 തവണയാണ് സമൺ ചെയ്തിട്ടുള്ളത്. ആ 2 തവണയും നമ്മുടെ മൊഹറാഗ ഡിഫീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊഹറാഗ ആ ടൈമിൽ ഫൈറ്റ് ചെയ്തത് നമ്മുടെ ജുജുത്സു കൈസനിൽ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള 2 സോസറേഴ്സുമായിട്ടാണ്. ഒന്ന് നമ്മുടെ കിങ് ഓഫ് കേസസ് ആയിട്ടുള്ള സുക്കൂണയും ഒന്ന് നമ്മുടെ സാത്തോറോ ഗോജോയും. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ മൊഹറാഗ ഡിഫീറ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജെജെക്കിയുടെ സീക്വൽ ആയിട്ടുള്ള മോജുറോ അങ്ങനെയാണ് പേര്. അതിലും നമ്മുടെ മൊഹറാഗനെ ഇപ്പോൾ സമണിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മൊഹറാഗ ഇപ്പോൾ നമ്മുടെ ഡബോറി ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. അതിൽ നമ്മുടെ ഡബോറിയുടെ ഒരു അറ്റാക്ക് നമ്മുടെ മൊഹറാഗ അഡാപ്റ്റ് ചെയ്യുന്നതും ഇതുവരെ കാണിച്ചിട്ടുണ്ട്. ഈ ഫൈറ്റിൽ നമ്മുടെ മൊഹറാഗ ചിലപ്പോൾ ഡിഫീറ്റ് ചെയ്യപ്പെട്ടേക്കാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഡബോറിയും സുക്കൂണയും ഏകദേശം ഒരേ ലെവലാണെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ മൊഹറാഗ ഡിഫീറ്റ് ചെയ്യപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മൊഹറാഗനെ ഒരിക്കലും എന്തെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് ഉപയോഗിച്ച് ഫീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുകയോ ചെയ്താൽ മൊഹറാഗ അതുമായിട്ട് അഡാപ്റ്റ് ആവുന്നതായിരിക്കും. അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മൊഹറാഗനെ ആ ഒരു അറ്റാക്ക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മൊഹറാഗനെ ഡിഫീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ സ്ട്രൈക്ക് തന്നെ മൊഹറാഗയുടെ കഥ കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മൊഹറാഗ അതുമായിട്ട് അഡാപ്റ്റ് ആവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ മൊഹറാഗയുടെ കയ്യിലുള്ള സോഡ് അതും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയും ബ്രോക്കൺ ആയിട്ടുള്ള എബിലിറ്റീസ് നമ്മുടെ മൊഹറാഗയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ തീർച്ചയായിട്ടും നമ്മുടെ മൊഹറാഗ 1ാം സ്ഥാനത്ത് തന്നെ വരും. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.